ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് ഡയറ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡയബറ്റീസും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഇതുപോലുള്ള ഒരു ലഞ്ച് മെനു പ്ലാൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇതിൽ ചപ്പാത്തിയോ ചോറോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പച്ചപ്പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടൊന്ന് കളഞ്ഞെടുക്കാം. ഇത് കുറച്ച് ചനച്ച പാകത്തിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് മുറിച്ചെടുക്കാം. ഒരാൾക്ക് ആവശ്യമായ ഒരു മീലാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് കുറച്ച് ചനച്ചതാണെങ്കിലും പച്ചയാണ്. നേരിയൊരു മധുരപ്പുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നല്ല പച്ച പപ്പായ എടുത്താൽ മതിയാവും. പപ്പായയിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം കുരുവും തൊലിയും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. പപ്പായയ്ക്ക് പകരം ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും വെജിറ്റബിൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിക്കും ചോറിനും പകരമായിട്ടാണ് ഈ പപ്പായ ഒന്ന് വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ പപ്പായയുടെ തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പപ്പായയ്ക്ക് പകരമായി ബ്രൊക്കോളി, ക്യാബേജ് അതുപോലുള്ള വെജിറ്റബിൾസ് ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് ഒന്ന് പൊട്ടിക്കുക. എള്ളിൽ ഒത്തിരി കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡെയിലി നമ്മൾ 1 സ്പൂണെങ്കിലും എള്ള് കഴിച്ചിരിക്കണം. വറുത്തോ വറുക്കാതെയോ നമുക്ക് കഴിക്കാവുന്നതാണ്. എള്ള് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും ഒരു ചെറിയ പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇത് വെള്ളം വറ്റുന്നത് വരെ വേവിക്കാം. ഇപ്പം നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. പിന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കണമെന്നുള്ളവർക്ക് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എള്ള് പൊട്ടിച്ചതിൽ കിടന്ന് വെന്ത ഈ പപ്പങ്ങയ്ക്ക് ഒരു പ്രത്യേക മണവും രുചിയുമാണ്. ചോറിനും ചപ്പാത്തിക്കും പകരമായിട്ടുണ്ടാക്കിയ ഈ പപ്പങ്ങ സോട്ട് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. നമ്മൾക്ക് വയറ് നിറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മീലല്ല കേട്ടോ. ഇത് ശരിക്കും മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു ഡയറ്റ് മെനു ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഉച്ചക്കത്തെ മെനുവിൽ നമ്മൾക്ക് ചിക്കൻ ഉൾപ്പെടുത്താം. അത് കറി വെച്ച ചിക്കൻ കഴിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ ഫ്രൈ ചെയ്ത് കഴിക്കണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാതെ ഷാലോ ഫ്രൈ ചെയ്ത് കഴിക്കാം. ഇനി നമുക്ക് മെനുവിലെ അടുത്ത ഐറ്റം വിളമ്പാം. ചെറുപയർ കറി വെച്ചതാണ് അടുത്തതായി ഈ മെനുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പയറുവർഗ്ഗങ്ങളും നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി കുറച്ച് മോരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ പ്ലേറ്റ് നിറച്ച് കറികളാണ്. കറികൾ കഴിച്ച് വയറ് നിറക്കാം. അത് വളരെ നല്ലതല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളൊക്കെ കഴിച്ച് വയറ് നിറക്കാം. ചോറും ചപ്പാത്തിയും കഴിക്കാതെ തന്നെ നമുക്ക് വയറ് നിറക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മെനു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്